നമസ്കാരം. ഏത് നൂറ്റാണ്ടിലായാലും സമ്പത്തിന്റെയും സ്ഥിരതയുടെയും അടിസ്ഥാനം സ്വർണം തന്നെയാണ്. സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഇന്ത്യ എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. 2024 കണക്കുകൾ പ്രകാരം 370 മെട്രിക് ടൺ സ്വർണം ഖനനം ചെയ്തത് ചൈനയായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കണക്കുകൾ മാറിമറിഞ്ഞു. ഇപ്പോൾ റോക്കറ്റിനേക്കാൾ വേഗത്തിൽ കുതിച്ചുയരുകയാണ് സ്വർണ്ണവില. നിലവിൽ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 70,000 രൂപയോളം നൽകേണ്ട അവസ്ഥയാണുള്ളത്. ദിനം പ്രതി വലിയ വില വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്നത്. യുദ്ധം മുതൽ രൂപയുടെ മൂല്യം താഴുന്നത് വരെ രാജ്യത്തെ സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായ സ്വർണത്തിന്റെ നല്ലൊരു ഭാഗം നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ളവയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ളത് കേരളത്തോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനത്താണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ളത് കർണാടകയിലാണ്. ഇവിടെ നിന്നുമാണ് 80% സ്വർണവും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടത്തെ ഹട്ടി സ്വർണ്ണ ഖനിയിൽ നിന്നാണ് സ്വർണം കുഴിച്ചെടുക്കുന്നത്. ഇനി സ്വർണ്ണ അയിരുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. ഇവിടെ നിന്നും ആകെ ആവശ്യമായുള്ളതിന്റെ 44% ഉൽപ്പാദിപ്പിക്കുന്നത്. രാജസ്ഥാനാണ് ഇതിൽ 2ാം സ്ഥാനം. രാജസ്ഥാനിൽ നിന്നും 25% സ്വർണം അയിര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം ചൈന കണ്ടെത്തിയതായി വാർത്ത വന്നിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസു പ്രവിശ്യ, വടക്കു കിഴക്കൻ മേഖലയിലെ ഇൻഡോ മംഗോളിയ സ്വയംഭരണ പ്രവിശ്യം, ഹിലോയിൻജോങ് പ്രവിശ്യ എന്നിവിടങ്ങളിലായി 168 ടൺ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയെന്നാണ് പ്രകൃതി വിഭവ മന്ത്രാലയത്തിന് കീഴിലുള്ള ജിയോളജിക്കൽ സർവേ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഗാൻസു പ്രവിശ്യയിൽ 102.4 ടൺ സ്വർണമാണുള്ളത്. ഇതിൽ മംഗോളിയയിൽ 41.3 ടൺ, ഹിലോജിംഗിയിൽ 24.3 ടൺ എന്നിങ്ങനെയാണ് സ്വർണ്ണ നിക്ഷേപം. ചൈനീസ് സർക്കാരിന്റെ പിന്തുണയോടെ ഈ സ്വർണങ്ങൾ ഖനനം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലെ പര്യവേഷണവും ചൈന ശക്തമാക്കിയിട്ടുണ്ട്. സമീപകാലത്ത് ധാതു വിഭവങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനായി വലിയ പദ്ധതികളാണ് ചൈന പ്രഖ്യാപിച്ചത്. ഇതിലൂടെ സ്വർണത്തിന് പുറമെ ടാറ്റലം, സിർക്കോൺ തുടങ്ങിയ അപൂർവ ലോഹങ്ങളും ചൈന വലിയ തോതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആഗോള സാമ്പത്തിക ഡാറ്റ ബോഡിയായ ട്രേഡിംഗ് എക്കണോമിക്സിന്റെ കണക്കനുസരിച്ച് ചൈനയിൽ 2264 ടൺ കരുതൽ സ്വർണ്ണ ശേഖരമാണുള്ളത്. ലോകരാഷ്ട്രങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ചൈനയുടെ സ്വർണം ശേഖരം 6ാം സ്ഥാനത്ത് വരും. US, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് കരുതൽ സ്വർണ്ണ ശേഖരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളുള്ള രാജ്യങ്ങൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.